ആ എന്തിനാ കുട്ടീനായിട്ട് ആ റോഡ് മുറിച്ചിട്ട് പോന്ന്? എന്തിനാണ്ട് പോന്ന്? ഇപ്പൊ സ്കൂള് തുറക്കാനായില്ലേ, എല്ലാരും ബുക്ക് മേടിച്ചിക്കും. ബുക്ക് മേടിക്കണം. പിന്നെ മേടിച്ചാറുണ്ട് കേട്ടാ. പാക്ക് ഒരു മാസായില്ലേ പണി ഉണ്ടായിട്ട്. ഈ കൂലി കിട്ടിയിട്ട് ഇപ്പൊ മേടിച്ചാറുണ്ട് കേട്ടാ. പിന്നെ പാക്ക് കുറച്ചുകൂടി പണി ഉണ്ട് അവിടെ. കുട്ടീനായിട്ട് റോട്ടാരി കൂടെ പോണട്ടാ. വണ്ടിയൊക്കെ വരണ്ട നോക്കണേ. എന്നാ പോയിക്കോളിന്ന അരുവ് കൂടെ പോയിക്കോളി. ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനിയിപ്പൊ മുതലാളിനെ കാണണം. എന്നിട്ട് ഇപ്പൊ കൂലി മേടിച്ചിട്ട് വേണം ഇപ്പൊ കുട്ടികൾക്ക് ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് മേടിച്ചു കണ്ട. എന്തായി സത്താറെ, പണി ഇന്നത്തെ പണി കഴിഞ്ഞാ? അന്നത്തെ കഴിഞ്ഞു. എന്താ 1 2 3 4 11 എണ്ണത്തിന് കടയെ മാന്തിട്ടുള്ളൂ. 4 ദിവസത്തെ പണിയായില്ലേ? അത് നല്ല മഴ പെയ്തിട്ടേ മണ്ണ് നല്ല ഒഴുകിക്കണു. അതുകൊണ്ട് കളച്ചാ കിട്ടണില്ല. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞു. സമയം 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇതിന് പണി മാറ്റിയില്ലേ? നിലക്കാ പണി. നാളത്തെ കൂടി പണി ഉണ്ടാവൂല്ലേ? ഇന്നത്തെ കൂലി അത് കിട്ടിയെങ്കിൽ പോവാർന്നു. ഓ 4 ദിവസത്തെ കൂലി ഉണ്ടാവൂലേ? അല്ല സത്താറെ, കുറച്ച് പൈസ എനിക്ക് തരാണ്ടല്ലോ. അതിപ്പോ നാളെ കൂടി പണിയെടുത്താലാണ് ആ പൈസ കടം വീടുള്ളൂ. വാങ്ങിട്ട് 3-4 മാസമായില്ലേ സത്താറെ. അതെങ്ങനെ തരാനാ ഉദ്ദേശിക്കണ്? പിന്നെ നമുക്ക് എടുക്കാം. ഇതിപ്പോ കുട്ടികൾക്ക് മറ്റേ സ്കൂളില് പുസ്തകം മേടിക്കാണ്ട്. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ വേറെ പണിക്കാരനെ കിട്ടായിട്ടല്ല, എനിക്ക് കുറച്ച് പൈസ തരാണ്ട്. ആ കടത്തിലേക്കാണ്ട് പിടിക്കാച്ചിട്ടാ. അല്ലെങ്കിൽ എത്ര ആൾക്കാരത്ത് ആരുണ്ട്, വേലായുധണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഞാൻ അവരൊന്നും വിളിക്കാണ്ട് അണക്ക് പണിയെന്ന് എന്താച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട അങ്ങോട്ട് വിരിക്കോട്ടെ വിചാരിച്ചിട്ടാ. ഞാനൊരു മാസമായി മുതലാളി പണിയില്ലാതിരിക്കണു. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂള് തുറക്കാറായില്ലേ, പുസ്തകം മേടിക്കണം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം, ബാഗൊക്കെ. അപ്പൊ അതുകൊണ്ട് വന്നാണ്. മുതലാളി വിളിച്ചപ്പോൾ വേഗം വന്നാണ്. അതെ സത്താറെ, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ നിനക്ക് പൈസ എന്നല്ല തന്നില്ല, ചാമ്പയ്ക്കൊന്നല്ല പൊട്ടിച്ചെന്നത്. നാളെ കൂടി പണിയെടുത്താലാണ് എന്റെ കടം വീടുള്ളൂ. അപ്പൊ നാളെ കൂടി ഈ വന്നിട്ട് പണി ചെയ്തിട്ട് കടം വീട്ടിട്ട് സത്താറ് പോയാ മതി. ഓക്കെ? എന്താ പടച്ചോനൊക്കെ ചെയ്യാ? ആരപ്പ വിളിക്കണത്? കുടിയെന്നാലോ. ഹലോ, ഇന്ന് വെക്കാനുള്ള അരി ഇല്ല വൈകുന്നേരത്ത്? ഈ ഒരു ഐഡിയ ഇയാളെ. ഇസാത്താടെ കുടിയിൽ പോയിട്ട് ഒരു ഗ്ലാസ് അരി മേടിച്ചിട്ട് പോരെ. എന്നാ ശരി. എടങ്ങറായി. ഒക്കെ ഒരുമിച്ചാ കഴിയല്. പഠിച്ചോനെ, ഇന്നിപ്പോ കുട്ടികളോട് ഇപ്പൊ ഞാന് പുസ്തകം മേടിച്ചു കൊടുക്കാന്നല്ല പറഞ്ഞിരിക്കണ. മുതലാളിയാണെങ്കിൽ ഇപ്പൊ പൈസ തന്നിട്ടില്ല. എടങ്ങറായി. ഷാഫിയെ, ഇപ്പാക്കേ ഇന്ന് മുതലാളി കൂലി തന്നിട്ടില്ല. ഇപ്പൊ നാളെ മേടിച്ചാറുണ്ട്. നാളെ കൂലി കിട്ടിയാ? ബുക്ക് എവിടുന്ന് കിട്ടി മാനക്ക്? എടുത്തിട്ട് വരാം. ബുക്ക് പന മുതലാളി കൊടുക്കുന്നതാ. ഇപ്പാക്ക് തരാൻ 2000 റുപ്യ തന്നുണ്ട് മുതലാളിയാ? അല്ലാ, അൽഹംദുലില്ലാ.